ദക്ഷിണ കൊറിയയിലുണ്ടായ കാട്ടുതീയിൽ 24 പേർ കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ച രാത്രി സഞ്ജിയങ് കൗണ്ടിയിൽ പുറപ്പെട്ട കാട്ടുതീയെ തുടർന്ന് ഒയ്സേങ് കൗണ്ടിയിൽ വ്യാപിക്കുകയായിരുന്നു. പൊള്ളലേറ്റ് 26 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 60-70 വയസ്സുള്ളവരാണ് കാട്ടുതീയിൽ അകപ്പെട്ടതെന്നും ഒയ്സേങ് കൗണ്ടി അധികൃതർ വ്യക്തമാക്കി. മേഖലയിൽ നിന്നും 23,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മധ്യ ഉയ്സോങ് കൗണ്ടിയിൽ ആരംഭിച്ച ഏറ്റവും വലിയ തീപിടുത്തത്തിൽ 33,000 ഹെക്ടറിലധികം കത്തി നശിച്ചു. ഇത് ദക്ഷിണ കൊറിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു കാട്ടുതീയായി മാറി. 2000 മാർച്ചിലുണ്ടായ തീപിടുത്തത്തിൽ 24,000 ഹെക്ടർ കാട്ടുതീയായിരുന്നു മുൻ റെക്കോർഡ്. കാട്ടുതീയുടെ അഭൂതപൂർവമായ ദ്രുതഗതിയിലുള്ള വ്യാപനം മൂലം നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു നിർണായക സാഹചര്യത്തിലാണ് നമ്മൾ ദേശീയ തലത്തിൽ എത്തിയിരിക്കുന്നതെന്നും ആക്ടിംഗ് പ്രസിഡന്റ് ഹാൻ ഡക് സു ഒരു സർക്കാർ പ്രതികരണ യോഗത്തിൽ പറയുകയുമുണ്ടായി. രാജ്യത്തിന്റെ തെക്ക് കിഴക്കൻ ഭാഗത്തുള്ള പർവ്വത പ്രദേശങ്ങളിൽ ഒരാഴ്ചയോളമായി തീ പടരുന്ന സാഹചര്യത്തിൽ തീ അണയ്ക്കുന്നതിനായി അഗ്നിശമന സേന ഹെലികോപ്റ്ററുകൾ പറന്നുയരുന്നതിനായി സൈന്യം വ്യോമയാന ഇന്ധനത്തിന്റെ സ്റ്റോക്കുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. 3 മേഖലകളിലായി 120-ലധികം ഹെലികോപ്റ്ററുകൾ തീ അണയ്ക്കാൻ വിന്യസിച്ചിട്ടുണ്ടെന്നും സുരക്ഷാ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പർവ്വത പ്രദേശമായതിനാൽ ദക്ഷിണ കൊറിയ കാട്ടുതീ അണയ്ക്കാൻ ഹെലികോപ്റ്ററുകളെയാണ് ആശ്രയിക്കുന്നത്. ഉയ്സോങ്ങിൽ ഉത്ഭവിച്ച കാട്ടുതീ അതിവേഗം കിഴക്കോട്ട് നീങ്ങുകയും തീരത്തോട്ട് ഏതാണ്ട് വ്യാപിക്കുകയും ചെയ്തു. ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയും സ്ഥിതി കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ ഏജൻസി പ്രവചിച്ചിട്ടുണ്ടെങ്കിലും മിക്ക ബാധിത പ്രദേശങ്ങളിലും 5 മില്ലിമീറ്ററിൽ താഴെ മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മഴയുടെ അളവ് കുറവായിരിക്കും. അതിനാൽ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിൽ അത് വലിയ സഹായകമാകുമെന്ന് തോന്നുന്നില്ലെന്നും കൊറിയ വനം സേവന മന്ത്രി ലിം സാങ് സിയോക് ഒരു ബ്രീഫിംഗിൽ പറയുന്നുണ്ട്. ഉയ്സോൻ തീപിടുത്തത്തിന്റെ വ്യാപ്തിയും വേഗതയും വളരെ അസാധാരണമായി വ്യാപിച്ചതായും കാലാവസ്ഥാ വ്യതിയാനം ആഗോളതലത്തിൽ കാട്ടുതീ വ്യാപിക്കുന്നതിനും വിദഗ്ധർ പറയുന്നുണ്ട്. ഒരു പ്രധാന ബുദ്ധമത സ്മാരകമായ ഉയ്സോങ് കൗണ്ടിയിലെ 1300 വർഷം പഴക്കമുള്ള ഗൗൺസ ക്ഷേത്രം കത്തി നശിച്ച ഡസൻ കണക്കിന് കെട്ടിടങ്ങളിൽ ഒന്നാണ്. അതിന്റെ ആചാരമായ ചില സാധനങ്ങൾ മാത്രമാണ് അല്പം കേടുപാടുകൾ കൂടാതെ കാണപ്പെട്ടതെന്നും കൊറിയൻ ബുദ്ധിസത്തിന്റെ യോഗ്യാക്രമത്തിൽ നിന്നുള്ള ഫോട്ടോകൾ കാണിക്കുന്നുണ്ട്. സംസ്ഥാനം നിധിയായി നിശ്ചയിച്ച ഇരിപ്പിട ശിലാബുദ്ധൻ ഉൾപ്പെടെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള ചില പുരാവസ്തുക്കൾ തീപിടുത്തത്തിൽ നിന്നും രക്ഷപ്പെട്ടു. തീപിടുത്തം വരുന്നതിന് മുമ്പ് അവ മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് മാറ്റി സ്ഥാപിച്ചുവെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ബുധനാഴ്ച ഉച്ചയോടെ അഗ്നിശമന സേന ഹെലികോപ്റ്ററുകൾ തീ അണയ്ക്കാനുള്ള ശ്രമം പുനരാരംഭിച്ചു. 17,398 ഹെക്ടറിലധികം ഭൂമി കത്തി നശിച്ചതായി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ആൻഡോങ്ങിലെ തെക്കൻ പ്രദേശങ്ങളിൽ അപ്രതീക്ഷിതമായാണ് കാട്ടുതീ രൂപപ്പെട്ടത്. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ കഴിയാത്തതിൽ മരണസംഖ്യ ഉയരുകയായിരുന്നു. 43,000 ഏക്കർ ഭൂമിയും 1300 വർഷം പഴക്കമുള്ള ബുദ്ധക്ഷേത്രം ഉൾപ്പെടെ 100-ലേറെ കെട്ടിടങ്ങളും കത്തി നശിച്ചു. വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റുമാണ് തീ പടർന്നു പിടിക്കാൻ കാരണമായതെന്നാണ് നിഗമനം. കാട്ടുതീയുടെ വേഗത കണക്കിലെടുത്ത് പ്രദേശവാസികളെയും മറ്റും മാറ്റിപ്പാർപ്പിക്കണമെന്നും അവർ വ്യക്തമാക്കി.